മൂവാറ്റുപുഴയിലേത് ആൾക്കൂട്ടക്കൊലയെന്ന് പോലീസ്. പിടിയിലായ 10 പ്രതികളെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മരിച്ച അശോക് ദാസിനെ ആരും മർദ്ദിച്ചിട്ടില്ല എന്ന് കസ്റ്റഡിയിലുള്ള യുവാവിന്റെ മാതാവ് 24-നോട് പറഞ്ഞു. യുവാവ് എത്തിയ വീട്ടിൽ മൽപ്പിടുത്തം നടന്നെന്നും ഇവിടെയുള്ള സ്ത്രീകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തണം എന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. കെട്ടിയിട്ട് ആരും മർദ്ദിച്ചിട്ടില്ല മാഡം. ഇവിടെ കൊണ്ടുവന്ന് അവൻ ഇനിയും ഓടിപ്പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് തോർത്ത് മുണ്ടുകൊണ്ട് കൈ കെട്ടി ആ തൂണയിൽ കെട്ടിയിട്ടു. അവൻ അവിടെ ഇരുന്നു. അല്ലാതെ ആരും മർദ്ദിച്ചിട്ടില്ല. ഇവിടെ വെച്ച് ഞങ്ങളുടെ കൺമുമ്പിലും ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിലോ ഞങ്ങളുടെ ഇവിടെ പരിസരത്ത് ഇവിടെ ഇട്ട് ആരും അവനെ മർദ്ദിച്ചിട്ടില്ല. 10 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അപരാധികളായ ആളുകളെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തേക്കുന്നത്. ഈ പെൺപിള്ളേരെ എവിടെ നിന്നുള്ളതാണെന്നോ ഇതൊന്നും അറിയില്ല. അവർ ഈ അയൽവക്കത്തെ ആളുടെ തൊട്ടപ്പുറം ഇപ്പുറമുള്ള വീട്ടുകാരോട് പോലും ഇവരെ നിങ്ങൾ എവിടെയുള്ളവരാന്ന് വെച്ചിട്ട് പല നാടിൻ്റെ പേരാണ് പറയണത്. ഇവിടെ ഞങ്ങളിവിടെ ഇരുന്നപ്പോൾ ഭയങ്കര ഒരു അടിയുടെ ശബ്ദം കേട്ടു. മോൻ പറഞ്ഞു, അമ്മച്ചി ഒരു അടിയുടെ ശബ്ദം കേട്ടുല്ലോ എന്ന് പറഞ്ഞു. അടിയുടെ ശബ്ദവും ഒരു പുരുഷൻ്റെ കരച്ചിലും ഒപ്പം കേട്ടു. ആ ശബ്ദം കേട്ട ഉടനെ പിന്നെ ഗ്ലാസ് പൊട്ടണം ഒത്ത കേട്ടു. വിനീത വി ജി കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിനീത, എന്താണ് ഈ സംഭവത്തെ പറ്റി പോലീസ് പറയുന്നത്? വേണു, ഇത് ആൾക്കൂട്ട മർദ്ദനം തന്നെയാണ് നടന്നിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ക്രൂരമായിട്ടുള്ള മർദ്ദനം അശോക് ദാസിന് നേരിടേണ്ടി വന്നുവെന്നും പോലീസ് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ പ്രകാരം നെഞ്ചിലും തലയ്ക്കുമേറ്റ ക്ഷതമാണ് മരണകാരണമെന്നും പറയുന്നു. പക്ഷേ അങ്ങനെ ഒരു ആൾക്കൂട്ട മർദ്ദനം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് വാളകത്തുള്ള അവിടെയുള്ള അയൽക്കാരും അവരുടെ പ്രദേശവാസികളും ഒക്കെ തന്നെ പറയുന്നത്. ഈ കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്ന് കൂടി അവർ ആവശ്യപ്പെടുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെ DYSP എത്തിയിട്ടുണ്ട്. അദ്ദേഹം CIയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഒപ്പം തന്നെ അല്പസമയത്തിനകം ഒരുപക്ഷെ ഈ പ്രതികളിൽ നിന്നൊക്കെ കൂടുതൽ വിവരങ്ങൾ തേടാനുള്ള ഒരു സാധ്യതയുമുണ്ട്. നിലവിൽ ഇന്നലെ രാത്രി തന്നെ ഈ 10 പ്രതികളുടെയും അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതികളെല്ലാം തന്നെ ആ പ്രദേശത്തുള്ള ആളുകളാണ്. ഇന്നലെ വ്യാഴാഴ്ചയോടുകൂടിയാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത്. രാത്രിയാണ് അശോക് ദാസ് ഒരു 8 മണിയോടുകൂടിയാണ് ഈ പെൺസുഹൃത്ത് താമസിക്കുന്ന വീട്ടിലേക്ക് എത്തുന്നത്. അവിടെ ഈ പെൺസുഹൃത്തും ഒപ്പം തന്നെ മറ്റൊരു പെൺകുട്ടിയുമാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ആ വീടിന് സമീപമുള്ള അയൽവാസി ആ ചേച്ചിയാണ് അല്പസമയം മുൻപ് നമ്മളോട് സംസാരിച്ച ചേച്ചി പറയുന്നത് രാത്രി തന്നെ ആ വീട്ടിൽ ചില ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു, ഒരു നിലവിളി കേട്ടിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നീട് പോലീസ് വന്ന് അവിടെ പരിശോധിച്ചപ്പോൾ രക്തക്കറ ഉണ്ടായിരുന്നു, അവിടെ ഈ ഭക്ഷണം കഴിച്ചതിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ആ വീട്ടിനുള്ളിൽ എന്താണ് നടന്നത്, അവിടെ എന്താണ് സംഭവിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രദേശവാസികൾ പറയുന്നത്. ആ പെൺകുട്ടികളെ കേന്ദ്രീകരിച്ച് കൂടി അന്വേഷണം നടത്തണമെന്നൊരു കാര്യം കൂടി ഈ അയൽവാസികൾ പറയുന്നുണ്ട്. ഒപ്പം പോലീസിനെ നേരത്തെ തന്നെ വിവരം അറിയിച്ചിരുന്നുവെങ്കിലും പോലീസ് എത്തിയത് വളരെ വൈകിയാണെന്നൊരു ആരോപണം കൂടി പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ പോലീസ് എത്താൻ വൈകിയത് തന്നെയാണ് ഈ കെട്ടിയിടുന്നതിനും മറ്റുമുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചതെന്നും അയൽവാസികൾ ആ പ്രദേശത്തുള്ള ആളുകൾ പറയുന്നുണ്ട്. കാരണം ഈ കയ്യിൽ മുറിവേറ്റിട്ടുണ്ടായിരുന്നു ഈ അശോക് ദാസിൻ്റെത്. ഇത് ചോദ്യം ചെയ്തു. പക്ഷെ അതിന് മറുപടി നൽകാതെ അശോക് ദാസ് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇത് തടയുന്നതിന് വേണ്ടിയാണ് ആ അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള ഒരു തൂണിൽ തോർത്തുകൊണ്ട് കെട്ടിയത്. പക്ഷെ അങ്ങനെ ഒരു മർദ്ദനം ഉണ്ടായിട്ടില്ല എന്നാണ് അയൽക്കാർ പറയുന്നത്, അവിടെയുള്ള പ്രദേശവാസികളൊക്കെ പറയുന്നത്. പക്ഷേ മർദ്ദനം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ടെന്നും അവർ പറയുന്നുണ്ട്. കാരണം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലേക്ക് അടക്കം ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ തലക്കേറ്റ ക്ഷതവും ഒപ്പം തന്നെ നെഞ്ചിലേറ്റ ക്ഷതവും ഒക്കെ ഈ മരണത്തിന് കാരണമായിട്ടുണ്ട് എന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പോലീസ് ഇപ്പോൾ വളരെ വ്യക്തമായി തന്നെ പരിശോധിക്കുകയാണ്. ഇപ്പോൾ DYSP ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ 10 പേരെയും അല്പസമയത്തിനകം തന്നെ അവരിൽ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിക്കും. അതിനുശേഷമായിരിക്കും പ്രതികളെ കോടതിയിലേക്ക് ഹാജരാക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം എത്തുക. ശരി, വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്.